عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ദീനുൽ ഇസ്ലാമിനെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ പൊതുവായ അർത്ഥത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഖാസ്സായ മഅനയെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ദലീൽ, പ്രമാണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നും വിശദീകരിച്ചു. ഇനി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്ന നിർബന്ധമായി മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട 4 മസ്അലകളിൽ രണ്ടാമത്തെ മസ്അലയാണ് അൽ അമലു ബിഹി എന്ന കാര്യം. ഒന്നാമത്തെ മസ്അല ഇൽമാണ്, രണ്ടാമത്തേത് അൽ അമലു ബിഹി, അഥവാ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ ഇൽമു കൊണ്ട് അമൽ ചെയ്യുക, അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ മസ്അല. ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ ഭാഗത്തെ വിശദീകരിക്കുന്നത് വായിക്കാം. അൽ അമലു ബിഹി എന്ന് പറഞ്ഞാൽ ഐ ബിൽ ഇൽമി, ഇൽമു കൊണ്ട് എന്നാണ്. എന്താണ് നമ്മൾ പഠിച്ചത്, മനസ്സിലാക്കിയത്, അതുകൊണ്ട് അമൽ ചെയ്യുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. لأنه لا يكفي أن الإنسان يعلم ويتعلم. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് മതിയാവുകയില്ല. ബൽ ലാ ബുദ്ദ അൻ യഅമല ബിഇൽമിഹി, മറിച്ച് അവൻ പഠിച്ച ഇൽമു കൊണ്ട് അവൻ അമൽ ചെയ്യണം, പ്രവർത്തിക്കണം. കാരണം ഫൽ ഇൽമു ബിദൂനി അമലിൻ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അമലില്ലാത്ത ഇൽമി എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ഹുജ്ജത്തുൻ അലൽ ഇൻസാൻ, അത് നാളെ പരലോകത്ത് മനുഷ്യന് എതിരായിട്ടുള്ള ഒരു പ്രമാണമായി തീരും, ഹുജ്ജത്തായി തീരും. ഫലാ യകൂനുൽ ഇൽമു നാഫിഅൻ ഇല്ലാ ബിൽ അമൽ, ഒരു ഇൽം അത് ഉപകാരപ്രദമായ ഇൽമാകണമെങ്കിൽ അത് അമൽ കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇൽമു നാഫിയാകണമെങ്കിൽ ആ ഇൽമു കൊണ്ട് അമൽ ചെയ്യണം. എന്നാൽ അമ്മാ മൻ അലിമ വലം യഅമൽ ഫഹാദാ മഗ്ദൂബുൻ അലൈഹി, എന്നാൽ ആരെങ്കിലും പഠിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, പക്ഷേ അമൽ ചെയ്യുന്നില്ല, അതവരുടെ ജീവിതത്തിൽ കാണുന്നില്ല എങ്കിൽ അവൻ മഗ്ദൂബുൻ അലൈഹി, അവൻ കോപിക്കപ്പെട്ടവനാണ്, അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ കോപത്തിന് വിധേയനായവനാണ്. കാരണം ലിഅന്നഹു അറഫൽ ഹഖ്ഖ വതറകഹു അലാ ബസീറ, കാരണം അവൻ ഹക്കിനെ മനസ്സിലാക്കുകയും ബസീറത്തോടുകൂടി, കൃത്യമായ അറിവോടുകൂടി അറിഞ്ഞിട്ട് അവനത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. എന്താണ് ഹക്ക് എന്നവൻ മനസ്സിലാക്കി, എന്നിട്ട് ആ സത്യം മനസ്സിലാക്കിയിട്ടും അത് ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയനായവനാണ് എന്നാണ്. والناظم يقول
ഒരാൾ പാടുകയാണ് വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബ്ബാദിൽ വതൻ വആലിമുൻ ബിഇൽമിഹി ലം യഅമലൻ. തന്റെ ഇൽമു കൊണ്ട് പ്രവർത്തിക്കാത്ത ഒരു ആലിം, പഠിച്ചിട്ടുണ്ട് പക്ഷേ അമലാക്കുന്നില്ല, അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല, അത്തരത്തിലുള്ള ഒരു ആലിം മുഅദ്ദബുൻ മിൻ ഖബ്ലി ഉബ്ബാദിൽ വതൻ, അവൻ ബിംബാരാധകർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പ് അവൻ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ബിംബാരാധകർ ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പഠിച്ചിട്ട് അമൽ ചെയ്യാത്ത ആലിം ശിക്ഷിക്കപ്പെടും എന്നാണ്. ഈ ഒരു ആശയം വഹാദാ മദ്കൂറുൻ ഫിൽ ഹദീസ് ശരീഫ് ഇന്ന മിൻ അവ്വലി മൻ തുസഅറു ബിഹിമുൻ നാർ യൗമൽ ഖിയാമ ആലിമുൻ ലം യഅമൽ ബിഇൽമിഹി. ഖിയാമത്ത് നാളിൽ ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ അതിലെ ആദ്യ വിഭാഗക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഇൽമു കൊണ്ട് അമൽ ചെയ്യാത്ത ഒരു ആലിമിനെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് ഹദീസിൽ വന്നിട്ടുള്ള ആശയമാണ്. അപ്പോ നാളെ പരലോകത്ത് ബിംബാരാധകർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് മുമ്പ് ശിക്ഷ ലഭിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പഠിച്ചിട്ട് അമൽ ചെയ്യാത്ത ആളുകൾ എന്നുള്ളതാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ അൽ ഇൽമു മഖ്റൂനുൻ ബിൽ അമൽ. ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുന്ന ഭാഗമാണ് വായിക്കുന്നത്. അൽ ഇൽമു മഖ്റൂനുൻ ബിൽ അമൽ. ഇൽമു എന്ന് പറഞ്ഞാൽ അമലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അതിനോട് ചേർന്ന് കിടക്കുന്നതാണ്. വൽ അമലു ഹുവ സമറത്തുൽ ഇൽമി. അമൽ എന്ന് പറഞ്ഞാൽ അത് ഇൽമിന്റെ ഫലമാണ്, ഇൽമിന്റെ ഫലമാണ്, ഇൽമിൽ നിന്നുണ്ടാകുന്ന അതിന്റെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ അമൽ എന്ന് പറയുന്നത്. ഫഇൽമുൻ ബിലാ അമലിൻ. അപ്പോ അമലില്ലാത്ത ഒരു ഇൽമു എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ബിലാ സമരിൻ. ഏതുപോലെയാണ്? ഫലമില്ലാത്ത, പഴമില്ലാത്ത ഒരു മരത്തെ പോലെയാണ്. ലാ ഫായിദത ഫീഹ. യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു മരത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ഫലങ്ങളില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇൽമുണ്ട് പക്ഷെ അമലില്ല, അവന്റെ ആ അത്തരത്തിലുള്ള ആ ഇൽമില്ലാത്ത, അമലില്ലാത്ത ഇൽമിന്റെ അവസ്ഥ. വൽഇൽമു ഇന്നമാ ഉൻസില മിൻ അജ്ലിൽ അമൽ. ഇൽമ് ഇറക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അമൽ ചെയ്യണമെന്നുള്ളതാണ്. കമാ അന്നൽ അമല ബിദൂനി ഇൽമിൻ. അതുപോലെ തന്നെ ഇൽമില്ലാതെ അമൽ ചെയ്യുക എന്നുള്ളത് യകൂനു വബാലൻ വദലാലൻ അലാ സാഹിബിഹി. ഇൽമില്ലാതെ അമൽ ചെയ്യുക എന്നുള്ളത് ആ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നാശമാണ്, അവന് ദലാലത്താണ്. ഇദാ കാനൽ ഇൻസാനു യഅമലു ബിദൂനി ഇൽമിൻ. ഒരു മനുഷ്യൻ അറിവില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഫഇന്ന അമലഹു വബാലുൻ വതഅബുൻ അലാ സാഹിബിഹി. അവന്റെ അമൽ എന്ന് പറഞ്ഞാൽ അത് നാശമാണ്, അതുപോലെ തന്നെ ആ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെറുതെയുള്ളൊരു അധ്വാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫലമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാൾ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ചെയ്താൽ ആ പ്രവർത്തനം തള്ളേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ കൃത്യമായ അറിവില്ലാതെ തോന്നിയത്, അവന് മനസ്സിൽ തോന്നുന്നത്, നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതും അതും ദലാലത്താണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വെറുതെയുള്ള ഒരു അധ്വാനമാണ്, നാശമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അമൽ ചെയ്യാതിരിക്കുക എന്നുള്ളതും എന്താണ്? അപകടകരമായ കാര്യമാണ്. വലിഹാദാ നഖറഉ ഫിൽ ഫാത്തിഹത്തി ഫീ കുല്ലി റക്അത്തിൻ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ റക്അത്തിലും ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറയുന്നത്. ഇവിടെ അല്ലാഹു തആല ഫസമ്മല്ലാഹു അല്ലദീന യഅമലൂന ബിദൂനി ഇൽമിൻ. അല്ലാഹു തആല അറിവില്ലാതെ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു ഇവിടെ വിളിച്ചിട്ടുള്ളത് ദാല്ലീൻ എന്നാണ്. പേച്ചുപോയവർ, വലാലത്തിലായവർ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഒരു വിശേഷണം എന്താണ്? അവർ പ്രവർത്തിക്കുന്നുണ്ട്, അറിവില്ലാതെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. അതുപോലെ തന്നെ വല്ലദീന യഅമലൂന വലാ യഅമലൂൻ. എന്നാൽ വല്ലദീന യഅലമൂന വലാ യഅമലൂൻ,
അവർക്ക് അറിവുണ്ട്, പക്ഷെ അവർ പ്രവർത്തിക്കുന്നില്ല. അത്തരം ആളുകളെ സംബന്ധിച്ച് അള്ളാഹ് പ്രയോഗിച്ചിട്ടുള്ളത് ബിൽ മഗ്ദൂബി അലൈഹിം, കോപിക്കപ്പെട്ടവർ എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ച് അപ്രകാരമാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫൽനൻതബിഹ് ലിദാലിക ഫഇന്നഹു മുഹിമ്മുൻ ജിദ്ദ, അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോ ഈ പറഞ്ഞതിന്റെയൊക്കെ മൊത്തത്തിലുള്ള കാര്യം, പഠിച്ച കാര്യം ജീവിതത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപാട് പഠിച്ചിട്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരാത്തവരെ സംബന്ധിച്ച് ശക്തമായ താക്കീത് നൽകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉലമാക്കൾ, സലഫുകൾ ധാരാളമായി ഈ വിഷയത്തിൽ സംസാരിച്ചതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സ്വഫിൽ അല്ലാഹു തആല രണ്ടാമത്തെ വചനത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ, സത്യവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്ത കാര്യം പറയുന്നത്? കബുറ മഖ്തന ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ, നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന കാര്യമാണ് പ്രവർത്തിക്കാത്ത കാര്യം പറയുക എന്നുള്ളത്. പ്രവർത്തനവും വാക്കും പ്രവൃത്തിയും രണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ കോപം കിട്ടാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാക്കുന്ന കാര്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. തഫ്സീർ തബരിയിൽ കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ എന്ന ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ തബരിയിൽ കാണാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന സദ്ദഖുല്ലാഹ വറസൂലഹു, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയ ആളുകളെ, ലിമ തഖൂലൂനൽ ഖൗലല്ലദീ ലാ തുസദ്ദിഖൂനഹു ബിൽ അമൽ, എന്തിനാണ് നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ അമൽ കൊണ്ട് സത്യപ്പെടുത്താത്ത, നിങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്? ഫഅമാലുകും മുഖാലിഫത്തും അഖ്വാലകും, കാരണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സംസാരത്തിന്, നിങ്ങളുടെ വാക്കിനെതിരാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നുള്ളതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫഅലൂൻ, അല്ലാഹു തആല ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം അഅ്ലമ മഖ്തൻ ഇൻദ റബ്ബിക്കും ഖൗലുക്കും മാ ലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം പറയുന്നു എന്നുള്ള കാര്യം അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായിട്ടുണ്ട്, അള്ളാഹു കോപിക്കാൻ കാരണമായിട്ടുള്ള കാര്യമാണ്. واختلف أهل التأويل في السبب الذي من أجله أنزلت هذه الآية. തഫ്സീർ തബരിയിലുള്ള ഭാഗമാണ്. ഈ ആയത്ത് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യാഖ്യാനം മുഫസ്സിറുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാല ബഅ്ദുഹും, ചില ആളുകൾ പറഞ്ഞു, ഉൻസിലത്ത്, ഈ ആയത്ത് ഇറക്കപ്പെട്ടിട്ടുള്ളത് തൗബീഖൻ മിനല്ലാഹി ലിഖൗമിൻ മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. കാരണം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തമന്നൗ മഅരിഫത അഫ്ദലിൽ അഅമാൽ, നല്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അറിയാൻ അവർ ആഗ്രഹിച്ചു. നല്ല പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സൽക്കർമ്മങ്ങൾ, ഏറ്റവും നല്ല പുണ്യം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ ആഗ്രഹിച്ചു. ഫഅറഫഹുമുല്ലാഹു ഇയ്യാഹു, അവർക്ക് അറിയിച്ചു കൊടുത്തു അല്ലാഹു തആല ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെന്ന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. പക്ഷേ ഫലമ്മാ അറഫൂ, അവർ അത് മനസ്സിലാക്കിയപ്പോൾ, പഠിച്ചപ്പോൾ, ഖസ്സറൂ, അതിലവർ കൃത്യവിലോപം കാണിച്ചു. അത് പൂർത്തിയായി ചെയ്യാനോ, അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് കൃത്യമായി ചെയ്യാൻ അവർ തയ്യാറായില്ല, അതിൽ അവർ വീഴ്ച വരുത്തി. അതുകൊണ്ട് ഫഊതിബൂ ബിഹാദിഹിൽ ആയ, അല്ലാഹു തആല എന്ത് ചെയ്തു? ഈ ആയത്ത് കൊണ്ട് അവരെ ആക്ഷേപിച്ചു. ഈ ആയത്ത് കൊണ്ട് അവർ ആക്ഷേപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായി. അല്ലാഹു തആല ഇവിടെ ഈ ആയത്ത് കൊണ്ട് അവരെ ആക്ഷേപിക്കുകയാണ്. അപ്പോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവരത് ചെയ്യാൻ കൂട്ടാക്കിയില്ല, അല്ലെങ്കിൽ അതിൽ അവർ വീഴ്ച വരുത്തി എന്നുള്ള കാരണമാണ് ഈ ആയത്തിന്റെ സബബുൻ നുസൂലായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോ പറയാത്തത് അല്ലെങ്കിൽ ചെയ്യാത്തത് പറയുക, ഖൗലും അമലും വ്യത്യസ്തമാവുക, പ്രവർത്തനമൊന്ന് വേറെ വാക്കൊന്ന് വേറെ എന്നുള്ളത് ഇസ്ലാം ശക്തമായി എതിർക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സൂറത്തു അൽ ബഖറയിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അഹ്ലുൽ കിതാബിലെ ആളുകളുടെ, ബനൂ ഇസ്രായേലുകാരുടെ സ്വഭാവമായി പറയുന്നിടത്ത് കാണാൻ സാധിക്കും, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും
وأنتم تتلون الكتاب فلا تعقلون أتأمرون الناس بالبر നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ പുണ്യം കൽപ്പിക്കുകയാണോ എന്നിട്ട് വതൻസൗന അൻഫുസകും നിങ്ങളുടെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അത് മറക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവർക്ക് പുണ്യം എന്താണ് നന്മ എന്താണെന്ന് അവരോട് കൽപ്പിക്കുകയും പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് മറക്കുകയും ചെയ്യുകയാണോ? വഅൻതും തത്ലൂനൽ കിതാബ ഫലാ തഅഖിലൂൻ നിങ്ങളാണെങ്കിൽ ഖുർആൻ കിതാബ് പാരായണം ചെയ്യുന്നുമുണ്ട്, നിങ്ങൾ ചിന്തിച്ചുകൂടെ, നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അഹ്ലുൽ കിതാബ് അല്ലെങ്കിൽ ബനൂ ഇസ്രായേലുകാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖതാദ റഹിമഹുല്ലാഹ് പറയാണ്, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും മറ്റുള്ളവരോട് പുണ്യം കൽപ്പിക്കുകയും സ്വന്തത്തിന്റെ വിഷയത്തിൽ അത് മറക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട കാര്യം എന്താണ്? ഖതാദ റഹിമഹുല്ലാഹ് പറയാൻ, കാന ബനൂ ഇസ്രായീൽ യഅമുറൂന അന്നാസ ബിതഅത്തില്ലാഹ് ബനൂ ഇസ്രായേലുകാർ ജനങ്ങളോട് അള്ളാഹുവിനെ അനുസരിക്കണം, സൽക്കർമ്മം ചെയ്യണമെന്ന് അവർ കൽപ്പിക്കാറുണ്ടായിരുന്നു. വബിത്തഖ്വാഹു അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവർ കൽപ്പിക്കാറുണ്ടായിരുന്നു. വബിൽ ബിർരി അതുപോലെ തന്നെ പുണ്യം ചെയ്യണമെന്നുള്ള കാര്യം കൽപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ വയുഖാലിഫൂന അവർ ആ വിഷയത്തിൽ എതിര് കാണിക്കുകയും ചെയ്തു. അതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോ അല്ലാഹു തആല അവരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് ഇതിന്റെ വിശദീകരണമായി ഖതാദ റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോ ഈ ആയത്ത് യഥാർത്ഥത്തിൽ ബനൂ ഇസ്രായേലുകാരെ എതിർത്തുകൊണ്ട് പറഞ്ഞതാണെങ്കിലും തഫ്സീർ സഅദിയിൽ കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു സഅദി റഹിമഹുല്ലാഹ് അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, വഹാദിഹിൽ ആയതു വഇൻ കാനത് നസലത് ഫീ സബബി ബനി ഇസ്രായീൽ ബനൂ ഇസ്രായേലുകാരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയതെങ്കിലും ഫഹിയ ആമ്മത്തുൻ ലികുല്ലി അഹദിൻ അതെല്ലാവർക്കും ആമായ കാര്യമാണ്. മറ്റുള്ളവരോട് നന്മ കൽപ്പിക്കുക പക്ഷെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് അത് ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. ഈ ആക്ഷേപിക്കപ്പെട്ട കാര്യം എല്ലാവർക്കും ആമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ലിഖൗലിഹി തആല അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് അവർ പറയുന്ന അവർ കൽപ്പിക്കുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത്. അതാണ് വിശുദ്ധ ഖുർആനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ വാക്കും പ്രവൃത്തിയും ഒന്നാകണം, പ്രവർത്തിക്കാത്തത് പറയുക, പ്രവർത്തനമൊന്ന് വേറെ വാക്കൊന്ന് വേറെ എന്നുള്ളത് വളരെ ശക്തമായി ഇസ്ലാം എതിർത്ത കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ ധാരാളമായി വന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ ജീവിതത്തിൽ ആളുകളോട് നന്മ കൽപ്പിക്കുകയും പക്ഷേ അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അവരുടെ നാളെ പരലോകത്തിലുള്ള അവരുടെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ, അതുപോലെ തന്നെ ഖബറിലും അവരുടെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. മുസ്ലിമും ബുഖാരിയും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാൻ സാധിക്കും. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുമ അവർ റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. ഒരു മനുഷ്യനെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. ഫയുൽഖാ ഫിന്നാർ എന്നിട്ട് നരകത്തിൽ എറിയപ്പെടും. നരകത്തിൽ എറിയപ്പെടും. ഫതൻദലിഖു അഖ്താബുഹു ഫിന്നാർ നരകത്തിൽ അവന്റെ കുടൽമാല അത് പെട്ടെന്ന് പുറത്തേക്ക് വരും. ഫയദ്ഹനു ഫീഹാ കതഹ്നിൽ ഹിമാരി ബിറഹാഹു കഴുത അത് ആസുകല്ല് തിരിക്കുന്നത് പോലെ അവന്റെ കുടൽമാലയുമായി അവനിങ്ങനെ തിരിയും. അങ്ങനെ നരകത്തിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നിട്ട് ഉണ്ടാകും. ആസുകല്ലുമായി കഴുത തിരിയുന്നത് പോലെ നാളെ നരകത്തിൽ കുടൽമാലയുമായി ഇങ്ങനെ തിരിയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഫയജ്തമി വാഹിലുൻ നാരി അലൈഹി നരകത്തിലെ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുമിച്ച് കൂടും. ഫയഖൂലൂൻ അപ്പോ അവർ പറയും, ഐ ഫുലാൻ, ഏ മനുഷ്യ, മാ ശഅനുക
നിനക്കെന്തു പറ്റി? നിന്റെ കാര്യം എന്താണ്? നിന്റെ അവസ്ഥ എന്താണ്? അലൈസ കുൻത തഅ്മുറുനാ ബിൽ മഅറൂഫി വതൻഹാനാ അനിൽ മുൻകർ, താങ്കൾ ഞങ്ങളോട് നന്മ കൽപ്പിക്കാറില്ലായിരുന്നുവോ, തിന്മ വിരോധിക്കാറില്ലായിരുന്നോ എന്ന് ചോദിച്ചു. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു തരുന്ന തിന്മ ഇതാണ്, തിന്മ ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറയുന്ന ആളായിരുന്നല്ലോ എന്ന് ആ മനുഷ്യനോട് നരകത്തിലുള്ള ആളുകൾ അവരോട് ഒരുമിച്ച് കൂടിയിട്ട് പറയും. ആ സമയത്ത് ആ മനുഷ്യൻ പറയും, നരകത്തിൽ ഈ രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആ മനുഷ്യൻ പറയും, കുന്തു ആമുറുക്കും ബിൽ മഅറൂഫി വലആതീഹി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല. വഅൻഹാകും അനിൽ മുൻകർ, തിന്മ ഞാൻ നിങ്ങളോട് വിരോധിക്കാറുണ്ടായിരുന്നു, പക്ഷേ വഅതീഹി, ഞാനത് ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ വിരോധിക്കുന്ന തിന്മകൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട്, അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്ന നന്മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാറുമില്ല, എന്റെ ജീവിതത്തിൽ അത് ഞാൻ ചെയ്യാറുമില്ല എന്ന് അദ്ദേഹം പറയുമെന്നാണ്. അപ്പോ അച്ചരത്തിൽ നന്മ കൽപ്പിക്കുകയും ആ നന്മ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത തിന്മകൾ വിരോധിക്കുകയും, പക്ഷെ അവരുടെ ജീവിതത്തിൽ മൊത്തം തിന്മകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നാളെ പരലോകത്തുണ്ടാകാനുള്ള അപകടകരമായ അവസ്ഥയെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നാളെ ബർസഖി ജീവിതത്തിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പഠിച്ച കാര്യം ജീവിതത്തിൽ അമലാക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന നാളെ ഖബറിൽ അവർ പ്രയാസപ്പെടും, അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, പഠിച്ചത് അമലാക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആദ്യം ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? എന്തൊക്കെയാണോ നിർബന്ധ കാര്യങ്ങളുള്ളത്, വാജിബായ ഫർദായ കാര്യങ്ങൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ ഹറാമായ അള്ളാഹു തആല ശിക്ഷ പറഞ്ഞിട്ടുള്ള അള്ളാഹുവും റസൂലും വിലക്കിയിട്ടുള്ള ഹറാമുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അമൽ ചെയ്യുക എന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം. അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലമ്മാ ഉസ്രിയ ബി, ഞാൻ ഇസ്രായിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായിന്റെ രാത്രിയിൽ കൊണ്ടുപോയ സംഭവം പറയാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാഴ്ചകളും കണ്ടു. നാളെ ഖബറിൽ അനുഭവിക്കേണ്ട അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന പല ആളുകളെ സംബന്ധിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുള്ളത്. പല ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കൂട്ടത്തിൽ ചില തെറ്റുകൾ ചെയ്ത ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ രൂപം അത് റസൂലിന്റെ മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അല്ലാഹു തആല റസൂലിന് കാണിച്ചു കൊടുക്കാൻ. റസൂൽ അത് പറയാണ്. ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. മറർതു ബിരിജാലിൻ, ഞാൻ ചില ആളുകളുടെ കൂടെ നടന്നുപോയി. തുഖ്റബു ശിഫാഉഹും ബിമഖാരീള മിൻ നാരിൻ, അവരുടെ ചുണ്ടുകൾ നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെടുന്നുണ്ട്. നരകത്തിൽ നിന്നുള്ള കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെടുന്ന ചില ചുണ്ടുകൾ, അവരുടെ ചുണ്ടുകൾ അങ്ങനെ ആ രൂപത്തിൽ കീറുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ജിബ്രീൽ ആരാണ് ഈ ആളുകൾ? നാളെ ചുണ്ടുകൾ കത്രിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞു, ഹൗലായി ഖുതബാഉ മിൻ ഉമ്മതിക്, ഇതിന്റെ ഉമ്മത്തിലെ ഖതീബുമാരാണ്, പ്രാസംഗികന്മാരാണ്. യഅ്മുറൂന അന്നാസ ബിൽ ബിർ, അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കും, പുണ്യം കൽപ്പിക്കും. വയൻസൗന അൻഫുസഹും, പക്ഷെ അവരുടെ സ്വന്തത്തിന്റെ വിഷയത്തിൽ അവർ അത് മറക്കുകയും ചെയ്യും. വഹും യത്ലൂനൽ കിതാബ്, അവർ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്. അഫലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ നിന്റെ ഉമ്മത്തിലെ ഖതീബുമാരാണ് ഇവർ, പ്രാസംഗികന്മാരാണ് അവർ ജനങ്ങളോട് നന്മ കൽപ്പിക്കും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയില്ല, അവർക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നാളെ ഖബറിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന സംഭവം റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഇത് നാളെ പരലോകത്ത് ലഭിക്കുന്ന ഇത്തരത്തിൽ ആളുകളോട് നന്മ കൽപ്പിക്കുകയും പക്ഷെ അത് അമലാക്കാത്ത ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഗുരുതരമായ വിഷയമാണ്.
നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. മാത്രമല്ല, മഹാന്മാരായ സലഫുകൾ വാക്കും പ്രവൃത്തിയും ഒന്നാകണം, പ്രവർത്തനമൊന്ന് വേറെ, വാക്കൊന്ന് മനസ്സിലാക്കിയതൊന്ന് വേറെ എന്നൊന്നും, അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാത്തതിനെ സംബന്ധിച്ചും അതിനെ ആക്ഷേപിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഒരു ആലിം എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൽ അമൽ ചെയ്യുന്നവനായിരിക്കും എന്നൊക്കെ സൂചിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മഹാന്മാരായ സ്വഹാബത്തും അതുപോലെ തന്നെ സലഫി ഉലമാക്കളും ഒക്കെ ഈ വിഷയത്തിൽ പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഇതായിരിക്കാം. അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞു, അലന്നാസി അൻ യതഅല്ലമു, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കണം, മനസ്സിലാക്കണം. ഫഇദാ അലിമു ഫഅലൈഹിമുൽ അമൽ, അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാധ്യതയായിട്ടുള്ള, നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അത് അമലാക്കണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള തന്നെ പറഞ്ഞു, ഇൽമുൽ മുനാഫിഖി ഫീ ഖൗലി, മുനാഫിഖിന്റെ ഇൽമു എന്ന് പറഞ്ഞാൽ അത് അവന്റെ സംസാരത്തിലാണ് ഉണ്ടാവുക. പക്ഷെ വഇൽമുൽ മുഅ്മിനി ഫീ അമലിഹി, എന്നാൽ സത്യവിശ്വാസിയുടെ ഇൽമു എന്ന് പറഞ്ഞാൽ അത് അവന്റെ അമലിലാണ് ഉണ്ടാവുക, അവന്റെ പ്രവർത്തനത്തിലാണ് ഉണ്ടാവുക. മുനാഫിഖ് അവന്റെ സംസാരത്തിലൊക്കെ വളരെ നന്നായി പറയും, പക്ഷെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. സത്യവിശ്വാസിയോ അവന്റെ ഇൽമ് അവന്റെ അമലിൽ കാണാൻ സാധിക്കും, അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇബ്രാഹിമുൽ ഖവ്വാസ് റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും, ലൈസൽ ഇൽമു ബികസറത്തി റിവായ, ഇൽമു എന്ന് പറഞ്ഞാൽ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഇന്നമൽ ആലിമു മനിത്തബഅൽ ഇൽമ വസ്തഅമലഹു, ആലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൽമിനെ പിന്തുടരുകയും അതിനെ അമലാക്കുകയും ചെയ്യുന്നവനാണ്, ആ ഇൽമിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവനുമാണ്. വഖ്തദാ ബിസ്സുനൻ, സുന്നത്തിനെ പിന്തുടരുന്നവനാണ്. വഇൻ കാന ഖലീലൽ ഇൽമി, അവന് ഇൽമു കുറവുള്ള ആളാണെങ്കിലും പഠിച്ചത് അമലാക്കുന്ന, സുന്നത്തിനെ പിന്തുടരുന്ന, ഇൽമിനെ ഇത്തിബാഅ് ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ആലിം. അവര് മാത്രമാണ് ആലിം. അവർക്കിന്ന് കുറച്ച് ഇൽമു കുറവാണെങ്കിലും പഠിച്ചത് അമലാക്കുന്നവരാണ് യഥാർത്ഥ ആലിം എന്നാണ് ഇബ്രാഹിമുൽ ഖവ്വാസ് റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും, ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിം ഹത്താ യഅമല ബിഹി ഫഇദാ അമില ബിഹി കാന ആലിമാ. ലാ യസാലുൽ ആലിമു ജാഹിലൻ ബിമാ അലിം, ഒരു ആലിം ജാഹിലായി തന്നെ തുടരും. അവൻ മനസ്സിലാക്കിയ കാര്യത്തെ, അവൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ വിഷയത്തിൽ അവൻ ജാഹിലായി തന്നെ തുടരും. ഹത്താ യഅമല ബിഹി, അവൻ ആ പഠിച്ച കാര്യം അമലാക്കുന്നത് വരെ. അപ്പോൾ ഒരു പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അമൽ ചെയ്യുന്നത് വരെ ജാഹിലാണ്, അവൻ ജഹാലത്തിലാണുള്ളത്. ഫഇദാ അമില ബിഹി കാന ആലിമ, പഠിച്ചൊരു അമലാക്കുമ്പോഴാണ് അവൻ ആലിമായി തീരുന്നത് എന്നാണ് അബു അലി അൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള പറഞ്ഞത്. അപ്പോ പഠിച്ചിട്ട് കാര്യമില്ല, അത് പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ആലിമാകുന്നത് എന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖ്ർ അദ്ദൗസി റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മതലു ഇൽമിൻ ലാ യുഅമലു ബിഹി കമതലി കൻസിൻ ലാ യുൻഫഖു മിൻഹു ഫീ സബീലില്ലാഹ്. ഒരു ഇൽമിന്റെ ഉദാഹരണം, ലാ യുഅമലു ബിഹി, പ്രവർത്തിക്കപ്പെടാത്ത ഇൽമിന്റെ ഉദാഹരണം, കമതലി കൻസിൻ, ഒരു നിധിയുടെ ഉദാഹരണം പോലെയാണ്. കെൻസ്, നിധിയുടെ ഉദാഹരണം പോലെയാണ്. ലാ യുൻഫഖു മിൻഹു ഫീ സബീലില്ലാഹി അസ്സ വജല്ല. എന്താണ് അതിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ നിധിയിൽ നിന്നൊന്നും ചെലവഴിക്കപ്പെടുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒന്നും ചെലവഴിക്കപ്പെടാത്ത നിധിയെ പോലെയാണ് അമലില്ലാത്ത ഇൽമിന്റെ ഉദാഹരണം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും,
ലാ തകൂനു ആലിമൻ ഹത്താ തകൂന മുതഅല്ലിമൻ. നീ ഒരിക്കലും ആലിമാവുകയില്ല, നീ മുതഅല്ലിമാകുന്നത് വരെ, പഠിക്കുന്നത് വരെ. പഠിച്ചാലേ മാത്രമേ ആലിമാകാൻ പറ്റുള്ളൂ. വലാ തകൂനു ബിൽ ഇൽമി ആലിമൻ, അതുപോലെ തന്നെ എനിക്ക് നിന്റെ ഇൽമു കൊണ്ട് ആലിമാകാൻ സാധിക്കുകയില്ല. ഹത്താ തകൂന ബിഹി ആമില, നീ പഠിച്ച കാര്യം കൊണ്ട് അമൽ ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞു. പഠിച്ച കാര്യം അമലാക്കുമ്പോഴാണ് അവൻ ആലിമാകുന്നത്. ആലിമാകണമെങ്കിൽ അവൻ മുതഅല്ലിമാകണം, അവൻ പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് അവൻ അമൽ ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ആലിമാകുന്നത്, പണ്ഡിതനാകുന്നത് എന്നാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രൂപത്തിൽ ധാരാളം വചനങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ബിശ്റുൽ ഹാഫി റഹിമഹുള്ള പറഞ്ഞു, നമ്മളോട് പ്രവർത്തിക്കാൻ വേണ്ടി, പഠിച്ചത് അമലാക്കാൻ വേണ്ടി ഹദീസ് പഠിക്കുന്ന ആളുകൾ അവർ ഹദീസ് ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന നിലയ്ക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്ന വചനം കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അദ്ദു സകാത്തുൽ ഹദീസ്, നിങ്ങൾ ഹദീസിന്റെ സകാത്ത് കൊടുക്കണം. ഫസ്തഅമിലൂ മിൻ കുല്ലി 100 ഹദീസിൻ 5 ഹദീസ. അദ്ദേഹം പറഞ്ഞു, എല്ലാ 200 ഹദീസിൽ നിന്നും 5 ഹദീസുകൾ നിങ്ങൾ അമലാക്കണം. ഹദീസിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം എന്നിട്ട് പറഞ്ഞിട്ട് ഫസ്തഅമിലൂ മിൻ കുല്ലി 100 ഹദീസിൻ 5 ഹദീസ. 200 ഹദീസിൽ നിന്ന് 5 ഹദീസ് നിങ്ങൾ അമലാക്കണം. അതാണ് സക്കാത്തുൽ ഹദീസ്, ഹദീസിന്റെ സക്കാത്ത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സാധാരണ 200 ദിർഹമിന് 5 ദിർഹമാണ് സക്കാത്തുള്ളത്. അതുപോലെ അദ്ദേഹം 200 ഹദീസ് പഠിച്ചാലും 5 ഹദീസ് നിങ്ങൾ അതിന്റെ സക്കാത്തായി നിർവഹിക്കണം, അത് നിങ്ങൾ അമൽ ചെയ്യണം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ബാക്കി 195 ഹദീസ് കൊണ്ട് അമൽ ചെയ്യണ്ട എന്നുള്ള കാര്യം പറയാനല്ല, മറിച്ച് ഹദീസുകൾ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ രൂപത്തിൽ സലഫുകളായ ആളുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. പഠിച്ച കാര്യം അമലാക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ അപകടത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം. പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി, മൻ അമില ബിമാ അലിം, ആരെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ട് പഠിച്ചത് കൊണ്ട് അമൽ ചെയ്താൽ ഔറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല അവൻ അറിയാത്ത പല കാര്യങ്ങളും അതിന്റെ അനന്തരമായി നൽകും. പഠിച്ചത് അമലാക്കിയ അല്ലാഹു അവന് പഠിക്കാത്ത പല കാര്യങ്ങളും അല്ലാഹു നൽകും. വമൻ ലം യഅമൽ ബിമാ അലിം, ഒരുത്തൻ പഠിച്ചത് അമലാക്കിയിട്ടില്ലെങ്കിലോ ഔസഖല്ലാഹു അൻ യസ്ലുബഹു മാ അലിം, അവൻ പഠിച്ചത് അല്ലാഹു തആല എന്ത് ചെയ്യും, അവനിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകും, അവനിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോകും അല്ലാഹു എന്നാണ്. പഠിച്ചത് മറക്കാൻ കാരണമാകുമെന്ന് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് ധാരാളം ഫായിദകളുണ്ട്. അതുപോലെ തന്നെ പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അതിനൊരുപാട് നഷ്ടങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് വചനങ്ങൾ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പഠിച്ച കാര്യം ജീവിതത്തിൽ കൊണ്ടുവരാത്തത്? ഒരുപാട് പഠിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം യഥാർത്ഥത്തിൽ അവർ പഠിച്ചതിൽ നിന്റെ പേരിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ല, അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് പേടിയില്ലായിരുന്നു എന്നാണ്. ഇവിടെ അവിടെ ഒരു പേപ്പർ ഉണ്ടാവും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം കാണാൻ സാധിക്കും. ലൈസൽ ഇൽമു ബികസറത്തിൽ റിവായ, ഒരുപാട് റിവായത്ത് ചെയ്യലല്ല ഇൽമ്, മറിച്ച് ഇന്നമൽ ഇൽമു ഖശിയത്തുല്ലാഹ്, ഇൽമ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയാണ്. പഠിച്ച ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? അവര്
അള്ളാഹുവിനെ പേടിക്കും എന്നുള്ളതാണ്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ പഠിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അവരുടെ ജീവിതത്തിൽ അത് കാണൂല. അതുപോലെ തന്നെ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്, അറിവില്ലാതെയാണ് അവർ അമൽ ചെയ്യുന്നത്. അവരുടെ അവസ്ഥ എന്താ? ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ അൽ അമലു ബിഹി എന്ന വചനത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും ഇതിന്റെ ശറഇൽ. വൽ അമലു ഫിൽ ഹഖീഖ ഹുവ സമറത്തുൽ ഇൽം. അമൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൽമിന്റെ ഫലമാണ്. ഫമൻ അമില ബിലാ ഇൽമിൻ, ആരെങ്കിലും അറിവില്ലാതെ പ്രവർത്തിച്ചാൽ ഫഖദ് ശാബഹൻ നസ്വാറ, അവൻ നസ്രാനികളോടാണ് സാദൃശ്യപ്പെട്ടിട്ടുള്ളത്, അവൻ നസ്രാനികളെ പോലെയാണ്. ഇൽമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത് നസ്രാനികളുടെ, ക്രിസ്ത്യാനികളുടെ സ്വഭാവമാണ്, അവരോടാണ് അവർ സാദൃശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. മാത്രമല്ല വമൻ അലിമ വലം യഅമൽ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഫഖദ് ശാബഹൽ യഹൂദ, അവർ യഹൂദികളോടാണ് സാദൃശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ യഹൂദികളോടാണ് സാദൃശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ എന്തുകൊണ്ടാണിത് പറയാനുള്ള കാരണം? യഹൂദികളുടെ സ്വഭാവമാണ്, അവർക്ക് അറിവുണ്ട് പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂല. അതുകൊണ്ടാണല്ലോ ബനു ഇസ്രായേലുകാരെ വിമർശിച്ചുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർ പലതും പ്രവർത്തിക്കും പക്ഷെ അവർക്ക് കൃത്യമായ അറിവില്ല എന്നുള്ളത് കൊണ്ടാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞ വചനം വളരെ പ്രസിദ്ധമാണ്. കാനൂ യഖൂലൂൻ, അവർ പറയാറുണ്ട്, സലഫുകൾ പറയാറുണ്ട്, ഇബ്നു തൈമിയ്യയുടെ മജ്മൂ ഫതാവയിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതിൽ 1-ാം വാല്യം 197-ാമത്തെ പേജിൽ കാണാം, മൻ ഫസദ മിൻ ഉലമാഇന, നമ്മുടെ ഉലമാക്കളിൽ നിന്ന് ആർക്കെങ്കിലും വല്ല കുഴപ്പമുണ്ടായാൽ, ഉലമാക്കൾക്ക് വല്ല ഫസാദ് സംഭവിച്ചാൽ ഫഫീഹി ശബഹും മിനൽ യഹൂദ്, അവർക്ക് അവനിൽ യഹൂദികളോടൊരു സാദൃശ്യമുണ്ട് എന്നാണ്. അപ്പൊ ഉലമാക്കൾക്ക് വല്ല ഫസാദ് സംഭവിച്ചാൽ അത് യഹൂദികളോടാണ്. പഠിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് യഹൂദികളോടുള്ള സാദൃശ്യമാണ് അറിയിക്കുന്നത്. എന്നാൽ വമൻ ഫസദ മിൻ ഉബ്ബാദിന, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലെ ആബിദുകൾ, ഇബാദത്ത് ചെയ്യുന്ന ആൾക്ക് വല്ല ഫസാദും സംഭവിച്ചാൽ, വല്ല കുഴപ്പവും സംഭവിച്ചാൽ ഫഫീഹി ശബഹും മിനൻ നസ്വാറ, അവർക്ക് നസ്രാനികളുടെ സാദൃശ്യമാണുള്ളത്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്ക് ഒരുപാട് അമൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചത് അവർക്കെല്ലാം ഫസാദുമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദികൾക്ക് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വല്ല ഫസാദ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നസ്രാനികളോടുള്ള ശബഹാണ്, സാദൃശ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ പഠിച്ചിട്ടും കുഴപ്പങ്ങൾ സംഭവിക്കാതെ അമലിൽ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് യഹൂദികളോടുള്ള സാദൃശ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് അമൽ ചെയ്യുന്നുണ്ട്, ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് അതിൽ ഫസാദായി അല്ലെങ്കിൽ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല എങ്കിൽ അത് നസ്രാനികളോടുള്ള, ക്രിസ്ത്യാനികളുടെ ശബഹാണ്, അവരോടുള്ള ഒരു മുശാബഹത്താണ് എന്നാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ രൂപത്തിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും അറിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള പേടിയോ ആ പേടിയിൽ നിന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള അമലൊന്നും അവരുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും ഉലമാക്കൾ ചർച്ച ചെയ്തതായി കാണാൻ സാധിക്കും. പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന് കൃത്യമായ പേടി ഉണ്ടാകും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, നിശ്ചയമായും പഠിച്ച ആളുകളാണ് അള്ളാഹുവിനെ കൃത്യമായി ഭയപ്പെടുക എന്നുള്ളതാണ്. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ പേടി കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പേടിക്കാണ് ഖശ്യത്ത് എന്ന് പറയാം. അത്തരത്തിൽ അള്ളാഹുവിനെ കൃത്യമായി യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ
ഉലമാക്കൾ പഠിച്ചവരാണ്, പണ്ഡിതന്മാരാണ്, അവർ മാത്രമാണെന്ന് അള്ളാഹു ആണ് സൂറത്തുൽ ഫാത്തിറിന്റെ 28-ാമത്തെ വചനത്തിൽ അള്ളാഹു തആല പറഞ്ഞത്. അപ്പൊ പഠിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിയുണ്ടാകും. അവർ അവരുടെ ജീവിതത്തിൽ അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ അവരിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും. ഈ വിഷയത്തിൽ പല വചനങ്ങളും കാണാൻ സാധിക്കും. മഹാനായ അഹ്മദ് ഇബ്നു സ്വാലിഹ് അൽ മിസ്രി റഹിമഹുല്ലാഹ് പറയാൻ, മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, അദ്ദേഹം പറഞ്ഞു, ഇന്നൽ ഇൽമ ലൈസ ബികസ്റത്തി റിവായ, ഇൽമ എന്ന് പറഞ്ഞാൽ ധാരാളം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് വഇന്നമൽ ഇൽമു നൂറുൻ യജ്അലുഹു അല്ലാഹു ഫിൽ ഖൽബ്. നൂറ് ഇൽമ എന്ന് പറഞ്ഞാൽ അതൊരു പ്രകാശമാണ്. അല്ലാഹു തആല ഹൃദയത്തിൽ ഇട്ടുതരുന്ന, ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന, വെക്കുന്ന, ഉണ്ടാക്കുന്ന ഒരു പ്രകാശമാണ് യഥാർത്ഥത്തിൽ ഇൽമ എന്ന് പറഞ്ഞാൽ. പഠിച്ച ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് വചനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. മഹാനായ പണ്ഡിതൻ റബീഉ ഇബ്നു അനസ് റഹിമഹുല്ലാഹ് പറയാൻ, മൻ ലം യഖ്ശ അല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ഫലൈസ ബിആലിം, ആലിമല്ല. അള്ളാഹുവിനെ ഭയപ്പെടാത്തവൻ ആലിമല്ല. കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിനെ ഭയപ്പെടാത്തവൻ ആലിമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മഹാനായ താബിഈ മുജാഹിദ് റഹിമഹുല്ലാഹ്, ഇന്നമൽ ആലിമു മൻ ഖശിയ അല്ലാഹ അസ്സ വജല്ല, ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുജാഹിദ് റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഫഖീഹു മൻ യഖാഫുല്ലാഹ്, ഫഖീഹ് എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ മാത്രമാണ്. ഫഖീഹ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ മാത്രമാണെന്ന് മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഅദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹയോട് ചോദിക്കപ്പെട്ടു, മൻ അഫ്ഖഹു അഹ്ലിൽ മദീന, മദീനക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഫിഖ്ഹുള്ള ആളാരാണ്, മദീനക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫഖീഹ് ആരാണെന്ന് ചോദിച്ചപ്പോ സഅദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അത്ഖാഹും ലിറബ്ബിഹി അസ്സ വജല്ല, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖിയായ വ്യക്തിയാണ്. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ മദീനയിലെ അഫ്ഖഹു അഹ്ലിൽ മദീന, മദീനയിലെ ഏറ്റവും വലിയ ഫഖീഹ് എന്നാണ് സഅദ് ഇബ്നു ഇബ്രാഹിം റഹിമഹുല്ലാഹ് നൽകുന്ന മറുപടി. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ഉദ്ധരണി കൂടി പറയാം. സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാന യുഖാലു അൽ ഉലമാഉ സലാസത്തുൻ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ മൂന്നാണ് എന്ന് പറയാറുണ്ട്. അബൂ ഹിബ്ബാൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമായിക്കൊണ്ടാണ് സുഫിയാൻ തൗരി റഹിമഹുല്ലാഹ് എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ മൂന്നാണ്. ഒന്ന് ആലിമുൻ ബില്ലാഹി, ആലിമുൻ ബി അംരില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചും അറിവുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ചും അറിവുള്ള ആള്, ഒന്നതാണ്. മറ്റൊന്ന് ആലിമുൻ ബില്ലാഹി ലൈസ ബി ആലിമുൻ ബി അംരില്ലാഹ്, മറ്റൊന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവുണ്ട്, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് അറിയില്ല. മൂന്നാമത്തെ ഒരാള് വആലിമുൻ ബി അംരില്ലാഹി ലൈസ ബി ആലിമുൻ ബില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് അറിവുണ്ട്, പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ല, ആലിമല്ല അവൻ. ഇങ്ങനെ മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അള്ളാഹുവിനെ കുറിച്ച് ആലിമാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും ആലിമാണ്. അതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആലിമുൻ ബില്ലാഹ് ലൈസ ബി ആലിമുൻ ബി അംരില്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ച് ആലിമാണ്, പക്ഷെ അള്ളാഹുവിന്റെ കൽപ്പനകളെ സംബന്ധിച്ച് ആലിമല്ല. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആലിമുൻ ബി അംരില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് ആലിമാണ്, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ആലിമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താണ് ഈ മൂന്ന് വിഭാഗത്തിന്റെയും ഉദ്ദേശം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 'ഫൽ ആലിമു ബില്ലാഹി വ ബി അംരില്ലാഹ്', 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 'ഫ
അള്ളാഹിനെ കുറിച്ച് അറിവുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും ആലിമായ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ യഖ്ശല്ലാഹ തആല, അവൻ അള്ളാഹുവിനെ ഭയപ്പെടും. വയഅലമുൽ ഹുദൂദ വൽ ഫറായിദ്, എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ പരിധികളെന്നും അതുപോലെ തന്നെ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള ഫറായിദുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി അറിയുന്നവനാണ് അവൻ. അള്ളാഹിനെ കുറിച്ചും അറിവുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും അറിവുണ്ട് എന്ന് പറഞ്ഞ ആൾക്ക് അള്ളാഹിനെ പേടിയുണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതിർവരമ്പുകളെയും വിധിവിലക്കുകളെ സംബന്ധിച്ച് അവർ കൃത്യമായ അറിവുണ്ടാകും. അവരാണ് ആലിമുൻ ബില്ലാഹ് വ ആലിമുൻ ബി അംരില്ലാഹ് എന്ന് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തേത് വൽ ആലിമു ബില്ലാഹി ലൈസ ബിആലിമിൻ ബി അംരില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ കുറിച്ച് അറിയാം, പക്ഷെ അള്ളാഹിന്റെ കൽപ്പനകളെ കുറിച്ച് അറിയില്ല. അള്ളാഹ് മതമായി പഠിപ്പിച്ച അല്ലെങ്കിൽ കൽപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അറിവില്ല. അത്തരത്തിൽ ആലിം എന്ന് പറഞ്ഞാൽ അല്ലദീ യഖ്ശല്ലാഹ, അവൻ അള്ളാഹുവിനെ ഭയപ്പെടും, പക്ഷെ വലാ യഅലമുൽ ഹുദൂദ വൽ ഫറായിദ്, അവനെ ഹദ്ദുകളും അതുപോലെ തന്നെ ഫർദുകൾ എന്തൊക്കെയാണെന്നും വിധിവിലക്കുകളും ഫറായിദുകളും എന്തെന്ന് കൃത്യമായി അറിയില്ല. അവനാണ് രണ്ടാമത്തെ വിഭാഗം. ഇനി മൂന്നാമത്തെ ആലിം വൽ ആലിമു ബി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയും, പക്ഷെ ലൈസ ബി ആലിമിൻ ബില്ലാഹ്, അള്ളാഹെ സംബന്ധിച്ചവൻ അറിവുള്ളവനല്ല. അവനാണ് അല്ലദീ യഅലമുൽ ഹുദൂദ വൽ ഫറായിദ് വലാ യഖ്ശല്ലാഹ അസ്സ വജല്ല, അവർക്ക് എന്താണ് ഹറാമ് ഹലാല്, എന്താണ് അള്ളാഹ് വെച്ച അതിർവരമ്പുകൾ, എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അല്ലെങ്കിൽ ഫർളുകൾ എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, പക്ഷേ അവർ അള്ളാഹുവിനെ ഭയപ്പെടൂല. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല, അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകളാണ്. അവരാണ് മൂന്നാമത്തെ വിഭാഗം ആലിം എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ഇബ്നു അബൂ ഹയ്യാൻ തൈമിയിൽ നിന്ന് അദ്ദേഹം മറ്റൊരാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം ആസാത്തുൽ ഇൽം എന്ന ഗ്രന്ഥത്തിൽ ശൈഖ് റസലാൻ ഹഫിളഹുല്ലാഹ് കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും. അപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ? പഠിച്ചത് ജീവിതത്തിൽ കാണണം, അവരുടെ മനസ്സിന് മാറ്റം ഉണ്ടാകണം, മാത്രമല്ല അവരുടെ കർമ്മങ്ങളിലൂടെ അത് കാണണം എന്നുള്ളതാണ്. അവരുടെ അഫ്ആലുകൾ, അവരുടെ അഫ്ആലുകൾ സത്യപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ കൗലുകളെ, അവരുടെ വാക്കുകളെ, അവരുടെ പ്രവർത്തനങ്ങൾ സത്യപ്പെടുത്തണം എന്നാണ് പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള ചുരുക്കം. മാത്രമല്ല മഹാന്മാരായ സലഫുകൾ എത്രമാത്രം ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. അവര് പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ എത്രമാത്രം അവർ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. വഖദ് കാന സലഫു സ്വാലിഹ് റിദ്വാനുല്ലാഹി അലൈഹിം, മഹാന്മാരായ സലഫു സ്വാലികൾ യഹ്രിസൂന അലൽ ഇൽമി വൽ അമൽ, അവരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമും പഠിക്കാനും അത് അമലാക്കാനും അങ്ങേയറ്റം താല്പര്യമുള്ള ആളുകളായിരുന്നു. അവർ നമ്മളെ പോലെയുള്ള ആളുകളായിരുന്നു, മറിച്ച് പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ശ്രദ്ധ കാണിച്ചിരുന്നു. അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ലാഹ് പറയാണ്, അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായി കൊണ്ട് പറയാണ്, ഹദ്ദസന അല്ലദീന കാനൂ യുഖ്രിഊന അൽ ഖുർആൻ, ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു വരുന്നതായിരുന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വഗൈറുഹുമ, ഈ പറഞ്ഞിട്ടുള്ള മഹാന്മാരായ സ്വഹാബികൾ നിങ്ങൾക്ക് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ഇവരെ ഞങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിരുന്ന ആളുകളായിരുന്നു. അവർ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. എന്താ പറയാറുള്ള കാര്യം? അന്നഹും കാനൂ ഇദാ തഅല്ലമു അസ്റ ആയാത്തിൻ, അവർ 10 ആയത്തുകൾ, സഹാബത്തിന്റെ ചര്യ അവർ പറയാൻ, 10 ആയത്തുകൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ ലം യുജാവിസുഹാ ഹത്താ യതഅല്ലമു മാ ഫീഹാ മിനൽ ഇൽമി വൽ അമൽ, അവർ ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് അമൽ ചെയ്യുന്നത് വരെ അവർ അടുത്ത ആയത്തിലേക്ക് കടക്കുമായിരുന്നില്ല. അവരെന്ത് ചെയ്യും? പഠിച്ചത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമായിരുന്നു. 10 ആയത്ത് പഠിച്ചാൽ അതവർ കൃത്യമായി മനസ്സിലാക്കാനും അത് അവരുടെ അമലിലേക്ക് കൊണ്ടുവരാനും അവർ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയായിരുന്നു സഹാബത്ത് എന്നുള്ളത് പറയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ 10 ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് അവർ അമലാക്കുമായിരുന്നത് കൃത്യമായി മനസ്സിലാക്കി അത് അമലാക്കുന്നത് വരെ അടുത്ത ആയത്തിലേക്ക് വിട്ടുകിടക്കാറുണ്ടായിരുന്നില്ല. സഹാബത്ത് പറയാറുണ്ടായിരുന്നു, ഫതഅല്ലംനൽ ഖുർആൻ
നിങ്ങൾ ഖുർആൻ പഠിച്ചു, വൽ അമല ജമീഅ, അതുപോലെ തന്നെ അത് അമലാക്കുന്ന കാര്യം ഞങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് അവർ പറയാറുണ്ടായിരുന്നു. അപ്പോ അവരൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. സഹാബത്തിനെ പറ്റി പറഞ്ഞിട്ട് പറയാൻ, ഫകാനു ഇദാ ഖറഉ 10 ആയാത്തിൻ, അവർ 10 ആയത്ത് വായിച്ചു കഴിഞ്ഞാൽ തദബ്ബറു മഅനിയഹ, അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും. വഅമിലു ബിമാ ഫീഹാ, അതിലുള്ള കാര്യങ്ങൾ അവർ പ്രവർത്തനത്തിൽ കൊണ്ടുവരും. ഫകാനു അസ്കിയാ, അവർ ശുദ്ധന്മാരായിരുന്നു. കാനു അത്ഖിയാ, അവർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖികളായിരുന്നു. ഹാദാ ഹുവ ത്വരീഖു സ്വഹീഹ്, ഇതാണ് ശരിയായ മാർഗം. വൽ അബ്ദു ഇദാ അലിമ, ഒരു അടിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അന്നഹു സയുസ്അലു ബൈന യദയില്ലാഹി അസ്സ വജല്ല അൻ ഇൽമിഹി, അവൻ പഠിച്ച ഇൽമിനെ സംബന്ധിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ ചോദ്യം ചെയ്യപ്പെടും. മാദാ അമില ഫീഹി, എന്താണ് അവൻ പഠിച്ചതുകൊണ്ട് അമൽ ചെയ്തത് എന്നാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യും. അവൻ ചോദ്യത്തിന് വിധേയനാകും. ഫലാ ബുദ്ദ അൻ യുറാഖിബ നഫ്സഹു വലാ ബുദ്ദ അൻ യുഹാസിബ നഫ്സഹു, അവൻ എന്ത് ചെയ്യണം? അവന്റെ നഫ്സിനെ നിരീക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവൻ അവന്റെ നഫ്സിനെ മുഹാസബത്തുൻ നഫ്സ്, അവൻ ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ഒരു അടിമയുടെ പാദങ്ങൾ മുന്നോട്ട് പോവുകയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാഹു, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ അവന്റെ ആയുസ്സിനെ സംബന്ധിച്ച്, എന്തിനാണ് അവന്റെ ആയുസ് ചെലവഴിച്ചത് എന്ന് അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ അവന്റെ പാദങ്ങൾ മുന്നോട്ട് പോകൂല. വഅൻ മാലിഹി ഫീമാ മിൻ ഐന, ഈ ഹദീസിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ഇൽമിഹി ഫീമാ ഫഅൽ, അതുപോലെ തന്നെ അവന്റെ അറിവിനെ സംബന്ധിച്ച് ചോദിക്കും. ഫീമാ ഫഅല, ഏത് വിഷയത്തിലാണ് അവൻ പഠിച്ച കാര്യം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ചെയ്യപ്പെടും. രണ്ടാമത്തെ കാര്യം അതാണ്, ഇൽമിനെ സംബന്ധിച്ച് അവൻ എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്, അവൻ അമലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, അതുപോലത്തെ സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കും. എവിടുന്നാണ് അത് സമ്പാദിച്ചത്, എവിടെയാണത് ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹു, അവന്റെ ശരീരത്തെ സംബന്ധിച്ച് ചോദിക്കും. എങ്ങനെയാണ് അത് അതിനെ നശിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അതിനെ അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം അവനോട് ചോദിക്കും. അവൻ ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് വിധേയനാകാതെ അവന്റെ പാദങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തുർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. വിശിഷ്യ നിർബന്ധ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ ഹറാമുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സുന്നത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുള്ളത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. എന്താണ് പ്രാർത്ഥന? നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാഗം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. എന്താണ് ഉപകാരമില്ലാത്ത ഇൽമ് എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈഖ് സുലൈമാൻ റുഹൈലി റഹിമഹുല്ലാഹ് പറയാൻ, വൽ ഇൽമുൽ ലദീ ലാ യൻഫഅ, ഉപകാരപ്രദമായ ഇൽമ്, ഉപകാരമില്ലാത്ത ഇൽമ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ലാ യഅമലു ബിഹി സാഹിബുഹു, അത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ ഇൽമിന്റെ ആള് അത് ചെയ്യുന്നില്ലെങ്കിലാണ് ആ ഇൽമ് നാഫി അല്ലാത്ത ഇൽമാകുന്നത്. അപ്പോ ഒരു ഇൽമ് നാഫി അല്ലാത്ത ഇൽമാകുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ? പ്രവർത്തിക്കാത്ത ഇൽമ്, പഠിച്ചിട്ട് അതുകൊണ്ട് അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ ഇൽമ് നാഫിയായ ഇൽമാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അത്തരത്തിലുള്ള ഇൽമിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശ, പേടിക്കാത്ത ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ,
മതി വരാത്ത നഫ്സിൽ നിന്നും മനസ്സിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ തേടുന്നു. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും അല്ലാഹുവേ ഞാൻ എന്നോട് രക്ഷ തേടുന്നു എന്ന പ്രാർത്ഥന നമ്മൾ മനഃപ്പാഠമാക്കണം. നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്നാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പഠിക്കണം, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം. പഠിച്ചത് ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ, അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ പല ഉദ്ധരണികളും നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ശൈഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ടുള്ള സലാത്തുൽ ഉസൂലിനെ അൽ ഉസൂൽ സലാത്തയെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ടുള്ള ശൈഖ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഭാഗവും നമ്മൾ വായിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب